ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണിപ്gs. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് നമ്മൾ കോഴ്സുകളൊക്കെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇലക്ട്രിക്കൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട ടെക്നീഷ്യനായിട്ടോ ഇലക്ട്രീഷ്യനായിട്ടോ ഒരു പോസ്റ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അതേപോലെ തന്നെ പല സ്ഥാപനങ്ങളിലും ഇൻ്റർവ്യൂവിന് പോകാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങളൊരു DG സെറ്റിനെ സർവീസ് ചെയ്യുക, അതേപോലെ തന്നെ അതിൻ്റെ റൊട്ടീൻ ചെക്കപ്പുകൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പ്രധാനമായിട്ടും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് ഉള്ള ഉത്തരവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ DGയുടെ സർവീസ് എങ്ങനെയാണ്, A ചെക്ക് എങ്ങനെയാണ്, B ചെക്ക് എങ്ങനെയാണ്, C ചെക്ക് എങ്ങനെയാണ്, D ചെക്ക് എങ്ങനെയാണ്, ഈ 4 കാര്യങ്ങളാണ് നമ്മളെ DG സെറ്റിൽ പ്രധാനമായിട്ടും വരിക. അപ്പോൾ ഈ 4 കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ DG സെറ്റിൻ്റെ ഇൻസൈഡും അതിൻ്റെ ഉള്ളിലുള്ള പാർട്സുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ DGയെ പറ്റി കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് അതിൻ്റെ സർവീസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സർവീസ് ഡീറ്റെയിൽസ് നമുക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് പോകാം. വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള പല വീഡിയോകളുമായിട്ട് നമുക്ക് ഇനിയും വരാനുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് നല്ല രീതിയിലുണ്ടാകണം. അപ്പോൾ DGയുടെ ഇൻസൈഡ് നമ്മൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. നമ്മുടെ പാനൽ റൂമിൽ പോയിട്ട് AMF മാനുവൽ ആക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ ഇൻസൈഡിൽ കയറിയിരിക്കുന്ന സമയത്താണ് ജനറേറ്റർ ഓൺ ആകുന്നുണ്ടെങ്കിൽ പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മാനുവലാക്കാം. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് വിഷയമില്ല. ഇവിടെ 2 DG സെറ്റുകളുണ്ട്. ഒന്ന് മാനുവലി ആക്കിയിട്ടാലും നമുക്ക് കുഴപ്പമില്ല, ഓഫ് ചെയ്ത് ഇടുകയും ചെയ്യാം. സിംഗിൾ ജനറേറ്റർ ഉള്ളിടത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ജനറേറ്റർ മാനുവലിൽ ആക്കി തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇൻസൈഡിൽ കയറി നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ ബുദ്ധിമുട്ടാവും. ഇവിടെ നമുക്ക് 2 ജനറേറ്ററുകളുണ്ട്. എന്നാലും ആ ഒരു പ്രൊസീജിയർ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പാനൽ റൂമിൽ പോയി ആദ്യം ഏത് ജനറേറ്ററാണ് മാനുവലി, ഏതാണ് ഓട്ടോ മോഡിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ഓഫ്, ഏതാണ് ഓട്ടോ മോഡിൽ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുശേഷം വന്ന് നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ജനറേറ്ററിനെ പറ്റിയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇലക്ട്രിക്കൽ റൂമിൻ്റെ ഒരു ഭാഗം വരുന്നത്. നമുക്ക് ലൈറ്റ്സൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ലൈറ്റൊക്കെ ഓഫാണ്. പിന്നെ ചെറുതായിട്ടൊരു നോയ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ട്രാൻസ്ഫോർമർ ഉണ്ട്, അതേപോലെ തന്നെ AP4 ഉണ്ട്. അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ നോയ്സ് ഇവിടെ ഉണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മുടെ AMF1 വരുന്നത്. അപ്പുറത്തെ സൈഡിൽ AMF2. അപ്പോൾ AMF1 ഓഫാണ്, DG സെക്ഷൻ 1 ഓഫാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഇത് AMF2 ആണ്. എന്തോ അലാറം വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ജനറേറ്റർ സെക്ഷനിലാണ് അലാറം കാണിക്കുന്നത്. കാര്യമായിട്ടുള്ള അലാറം അല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബസർ അടിച്ചേനെ. ഇത് ജസ്റ്റ് ഇൻഡിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ BMSൽ നിന്ന് തന്നെ ഇതിൻ്റെ കൺട്രോൾ ചെക്ക് ചെയ്ത് നമുക്ക് ഫാൾട്ട് റീസെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇവിടെ SSBയുടെ കൺട്രോൾ പാനലാണ്. SSBയിലേക്ക് പോകുന്ന കൺട്രോൾ പാനലുകൾ. അതേപോലെ തന്നെ APFൻ്റെ സൈഡ്. ഇപ്പുറത്തേക്ക് നമ്മുടെ KSCB ഇൻകവർ ട്രാൻസ്ഫോർമറിൽ നിന്ന് വരുന്ന ലൈനുകളുടെ സെക്ഷനാണ്. ഇവിടെ നമ്മുടെ 800 kVയുടെ 2 ട്രാൻസ്ഫോർമറും ആ സൈഡിലായി ഒരു 160 kVയുടെ ട്രാൻസ്ഫോർമറുണ്ട്. ഇവിടെയാണ് നമ്മുടെ APF കൺട്രോൾ, ഓട്ടോമാറ്റിക് പവർ ഫാക്ടറി കൺട്രോൾ പാനൽ. അപ്പോൾ ഇവിടെ നമ്മുടെ GSB വരുന്നുണ്ട്. ഈ GSBയിലേക്കാണ് നമുക്ക് താഴത്തുനിന്നുള്ള ജനറേറ്ററിൽ നിന്നുള്ള 2 ഇൻകമറുകളും ഇങ്ങോട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ 2 DG1 DG2 സെക്ഷനിലേക്കാണ് താഴത്തുനിന്ന് ജനറേറ്ററിൽ നിന്നുള്ള കേബിളുകൾ വന്ന് കയറുക. പിന്നെ ഇവിടെ നിന്ന് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻ സെക്ഷനിലേക്കൊക്കെ സപ്ലൈ വിടുന്നത്. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യുന്നതിനാണ് നമ്മുടെ AMFകൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ AMF1 ഓഫാണ്, AMF2 ഓണാണ്. അപ്പോൾ നമുക്ക് AMF1ൻ്റെ സൈഡിൽ നമുക്ക് ആ ജനറേറ്റർ ചെക്ക് ചെയ്തിട്ട് ആ ജനറേറ്ററിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പരിശോധിക്കാം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓണാകത്തില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ DG സെറ്റ്. Cummins-ൻ്റെ 2 DG സെറ്റുകളാണ് ഉള്ളത്. നമ്മുടെ Cummins-ൻ്റെ CP380D5P എന്ന് പറയുന്ന മോഡലാണ്. സൈഡിലായിട്ട് നമുക്ക് സൈലൻറ്റ് പവർ എന്നുള്ള ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ തന്നെ പവറിക്കയുടെ ഒരു ബാഡ്ജിങ് കാണാനുണ്ട്. ഇതേപോലെ തന്നെ എറണാകുളത്തെ നമ്മുടെ ഡീലറായിട്ടുള്ള സുനിത ഡീസൽസിൻ്റെ ഒരു സ്ലിപ്പും ഉണ്ട്. അതോടൊപ്പം തന്നെ പവറിക്കയുടെ എൻജിൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബാഡ്ജ് കൂടി സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇനി എൻജിൻ്റെ ഉൾവശം നോക്കാം. എന്തൊക്കെയാണ് എൻജിൻ്റെ സൈഡിൽ വരുന്നത്, എൻജിൻ്റെ ഇൻസൈഡ് പാർട്സൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരുന്നത്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ കൺട്രോൾ പാനലാണ്. ഇതിൽ തന്നെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട് 380 kVA STD കൺട്രോൾ പാനൽ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്.
അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് 3 മീറ്ററുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഒന്നാമത്തെ മീറ്റർ വരുന്നത് വോൾട്ടേജ് അളക്കാനുള്ളത്, അതേപോലെ ആംബിയർ, ഹെഡ്സ്, ഇത്രയും കാര്യങ്ങൾ വരുന്നതാണ് ഒന്നാമത്തെ മീറ്റർ. ഇത് ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജും അതേപോലെ തന്നെ ലൈൻ ടു ലൈൻ വോൾട്ടേജും ഒക്കെ കാണിക്കുന്നൊരു മീറ്ററാണ്. ഒപ്പം അതിൻ്റെ ഹെഡ്സും ആംബിയർ റേറ്റിംഗും ഒക്കെ കാണിക്കും. ഇനി രണ്ടാമത് വരുന്നത് കിലോ വാട്ട് അവർ മീറ്ററാണ്. അപ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് ഉപയോഗം നടത്തിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റർ വന്നിട്ടുള്ളത്. അടുത്തായിട്ട് വരുന്നത് ഒരു കമ്പൈൻഡ് ഡിജിറ്റൽ മീറ്ററാണ്. അതിൻ്റെ അകത്ത് നമുക്ക് വാട്ട്സ്, അതേപോലെ തന്നെ പവർ ഫാക്ടർ, വോൾട്ട് ആംബിയർ റേറ്റിംഗ് എല്ലാം കൃത്യമായിട്ട് അറിയുന്നതിനുള്ളൊരു മീറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പവറിക്കയുടെ ഒരു ബാഡ്ജ് കൂടി ഒപ്പം ഈ പാനലുണ്ട്. കാരണം ഈ പാനലും നിർമ്മിച്ചിരിക്കുന്നത് പവറിക്ക തന്നെയാണ്. പവറിക്ക ലിമിറ്റഡ്സിൻ്റെ ബാഡ്ജ് കാര്യങ്ങൾ, അതേപോലെ തന്നെ 380 kV റേറ്റിംഗും ഒക്കെ കൃത്യമായിട്ട് തന്നെ എൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് വരുന്നത് ഒരു ഫാൾട്ട് റീസെറ്റ് ബട്ടൺ. എന്തെങ്കിലും കാര്യത്തിൽ ഫാൾട്ടായിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പുഷ് ബട്ടൺ, പിന്നെ DG ഓൺ, ലോഡ് ഓൺ DG ഷട്ട് ഡൗണിൻ്റെ ട്രിപ്പ്, എടുത്ത് ഫാൾട്ട് ട്രിപ്പ്, ഇത്രയും കാര്യങ്ങളാണ് ഇൻഡിക്കേഷനിലായിട്ടുള്ളത്. അത് കഴിഞ്ഞ് താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു MCCBയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ MCCB വഴിയാണ് നമുക്ക് DG എന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയെ നമ്മുടെ സെക്ഷൻ പാനലിലേക്ക് എത്തിക്കുന്നത്. ഇതിലിവിടെ GSB എന്ന് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്ഷൻ ബോർഡിലേക്കുള്ള കണക്ഷനാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എമർജൻസി സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് DG ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് വരുവാണെന്നുണ്ടെങ്കിൽ വരുന്നതാണ് DGയുടെ ക്യൂമിൻസിൻ്റെ കൺട്രോൾ പാനൽ. ഇതിൻ്റെ അകത്ത് വരുന്നത് പറഞ്ഞാൽ ജെൻസെറ്റിൻ്റെ റണ്ണിങ്, റിമോട്ട് സ്റ്റാർട്ട്, ചാർജിങ് ഫെയിലുവർ, ലോ പ്രഷർ ഓയിൽ വാർണിംഗ്, അതേപോലെ തന്നെ ഓവർ സ്പീഡ് ഷട്ട് ഡൗൺ, ഹൈ കൂളൻ്റ്, അങ്ങനെ വാർണിങ്ങിൻ്റെതായിട്ടുള്ള കുറച്ച് ഇൻഡിക്കേഷൻസ് ഈ സെക്ഷനിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഡിജിറ്റൽ പാനലാണ്. ഇതിപ്പോൾ നമ്മൾ EMF ആയിട്ട് കണക്റ്റ് ഉള്ള കാരണം ഡിസ്പ്ലേ നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്താലൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ഓഫ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ വരും. ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്യുക, ഡിസ്പ്ലേ വരും. ഈ ഡിസ്പ്ലേയിൽ പ്രധാനമായിട്ടും നമുക്ക് എൻജിൻ്റെതും അതേപോലെ തന്നെ ഫാൾട്ട് ഇൻഫർമേഷൻ്റെ, ആൾട്ടർനേറ്ററിൻ്റെ ഒക്കെ റീഡിങ്, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കാണിച്ചു തരാം. എൻജിൻ്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. എൻജിൻ നമ്മൾ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൂളൻ്റ് ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൽ 25 ഡിഗ്രിയാണ്. ലൂബ് ഓയിലിൻ്റെ പ്രഷർ കാണിക്കുന്നുണ്ട്. നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാനായിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്താൽ സ്ക്രോൾ ചെയ്തെടുക്കാം. എൻജിൻ്റെ സ്പീഡ്, RPM റണ്ണിങ് അല്ലാത്തതുകൊണ്ടാണ് വരാത്തത്. അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻജിൻ്റെ ഹവേഴ്സ്, എത്ര മണിക്കൂർ എൻജിൻ റൺ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആണ് വരുന്നത്. പിന്നെ നമ്മുടെ ബാറ്ററി വോൾട്ടേജ് എത്ര വോൾട്ടാണെന്നുള്ളത്, നിലവിലുള്ള ബാറ്ററി വോൾട്ടേജ് എത്ര വരുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട്. ലൂബ് ഓയിലിൻ്റെ ഡീറ്റെയിൽ, അങ്ങനെ നമുക്ക് എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇതിൻ്റെ അന്ന് എടുക്കാൻ പറ്റും. റണ്ണിങ് കണ്ടീഷൻ ആണെങ്കിൽ ആൾട്ടർനേറ്ററിൻ്റെ റീഡിങ് കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ വരുമ്പോൾ ലൈൻ ടു ന്യൂട്രൽ വോൾട്ടേജ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര KVA, ഇതേപോലുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. ഇപ്പോൾ കണ്ട ഫേസ് 2, ഫേസ് 3, ലൈൻ ടു ന്യൂട്രൽ, ലൈൻ ടു ലൈൻ വോൾട്ടേജ്, ഈ കാര്യങ്ങൾ റണ്ണിങ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇങ്ങനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോളിൽ പ്രധാനമായിട്ടും വരുന്നത്. നമുക്കിന്നെ ലാമ്പിൻ്റെ ഓഫ് ഉണ്ട്. ഐഡിയൽ റേറ്റഡ് റണ്ണിങ് എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ മാനുവൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് റണ്ണിങ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ ഇതൊരു നോർമൽ സ്പീഡിലായിരിക്കും റൺ ചെയ്യുക. അത് നമ്മളിപ്പോൾ ഓഫിലിടുന്നു, റൺ ചെയ്യുന്നു, വീണ്ടും ക്രാങ്ക് ചെയ്ത് ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ ക്രാങ്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് റണ്ണിലേക്ക് വരും. ആ സമയത്ത് ഇതിൻ്റെ മാക്സിമം സ്പീഡിലായിരിക്കില്ല ഈ ജനറേറ്റർ വർക്ക് ചെയ്യുക. അപ്പോൾ അങ്ങനെ അതിന് മാക്സിമം സ്പീഡിലേക്ക്, അതായത് ഐഡിയൽ സ്പീഡിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഐഡിയൽ റേറ്റഡ് എന്നുമായിട്ടുള്ള ബട്ടൺ ഉള്ളത്. അങ്ങനെ ഒരു മിനിമം റേഞ്ചിലാക്കിയിട്ടൊരു സ്പീഡ് റണ്ണിങ് ആയതിന് ശേഷം നമ്മൾ ഐഡിയൽ റേറ്റ് കൊടുക്കുമ്പോൾ 1550 RPMലേക്ക് DG മാറും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിംഗ് വരുന്നത്. അപ്പോൾ ഇത് ഈ പാനൽ മേക്ക് ചെയ്തിരിക്കുന്നത് ക്യൂമിൻസ് ആണ്. ഇനി നമുക്ക് DG സെക്ഷനിലേക്ക് കിടക്കാം. നമ്മുടെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ, അതായത് ജനറേറ്ററിൻ്റെ സെക്ഷനിലേക്ക് വരുമ്പോൾ സ്റ്റംഫോർഡ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് ഈ ജനറേറ്റർ സെക്ഷൻ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എൻജിൻ സൈഡ് മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് ക്യൂമിൻസ് ആണ്.
പാനൽ ബോർഡ് സെക്ഷനുകൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് പവറിക്ക എന്ന് പറയുന്ന കമ്പനിയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഈ രണ്ട് കമ്പനികളെയും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് അക്വാസ്റ്റിക് യൂണിറ്റും DG ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് വരുന്നത് പവറിക്ക എന്ന് പറയുന്ന കമ്പനിയാണ്. അതുകൊണ്ടാണ് പവറിക്കയുടെ ലോഗോ നമ്മുടെ DG സെറ്റിൽ വരുന്നത്. സ്റ്റംഫോർഡിൻ്റെ എല്ലാ ഡീറ്റെയിലും തന്നെ അതിൻ്റെ നെയിം പ്ലേറ്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്ര വോൾട്ടേജ് ആണ്, ആംബിയർ റേറ്റിംഗ് എത്രയാണ്, അതേപോലെ തന്നെ ഫ്രീക്വൻസി റേഞ്ച് എന്താണ്, എത്ര KV ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സ്റ്റംഫോർഡ് കൃത്യമായിട്ട് തന്നെ അവരുടെ നെയിം ബോർഡിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് കിടക്കാം. എൻജിൻ സൈഡിലേക്ക് കിടക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ഒരു ഓയിൽ ഫിൽറ്ററാണ്. അതേപോലെ തന്നെ ഓയിലിൻ്റെ ഒരു വാട്ടർ സെപ്പറേറ്ററും. നമുക്ക് എൻജിൻ്റെ അകത്തുള്ള ഓയിൽ ഫിൽറ്റർ ചെയ്യുന്നതിനും വാട്ടർ സെപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള സംവിധാനമാണിത്. അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഓയിൽ ഫില്ല് ചെയ്യാനുള്ള സംവിധാനം, അതേപോലെ തന്നെ നമ്മുടെ ഗേജ്, ഓയിൽ ഗേജാണ്. അതായത് നമ്മുടെ ഓയിൽ ലെവൽ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഗേജ് സംവിധാനം കൂടിയാണത്. വലുതുള്ളത് നമ്മുടെ ഓയിൽ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. അടുത്തായിട്ട് വരുന്ന സ്റ്റാർട്ടറാണ്. ഇത് നമ്മുടെ 24 വോൾട്ട് DC വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടറാണ്. എൻജിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റാർട്ടറാണ് വരുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 24 വോൾട്ട് DC സപ്ലൈയുടെ ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. ആ ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാറ്ററി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ചാർജ് നിർത്തുന്നതിന് വേണ്ടിയിട്ടും നമ്മളൊരു 24 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും കൂടി ഇതോടൊപ്പം ഘടിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം വരുന്നത് നമ്മുടെ ഒരു എയർ ഫിൽറ്ററിൻ്റെ ബ്ലോക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ്. നമ്മുടെ എയർ ഫിൽറ്റർ എന്തെങ്കിലും കാരണവശാൽ ബ്ലോക്ക് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പ്രസ് ചെയ്യുമ്പോൾ കാണുന്നത് പോലെ തന്നെ ഒരു റെഡ് ഇൻഡിക്കേഷൻ നമുക്ക് ഈ ഗ്ലാസ്സിൽ കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് എയർ ഫിൽറ്റർ മാറാറായി എന്ന് മനസ്സിലാക്കാം. നമ്മുടെ റേഡിയേറ്ററിനെയും എഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹോസുകളാണിത്. ഇതിൽ പ്രധാനമായിട്ടും ലീക്ക് വരാൻ സാധ്യതയുള്ള ഈ റബ്ബർ ബീഡിങ്ങിൻ്റെ സൈഡിലാണ്. അപ്പോൾ ആ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത സൈഡിലേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് ഫ്യൂൽ ടാങ്കാണ്. ഈ ഫ്യൂൽ ടാങ്ക് വരുന്നത് നമ്മുടെ എഞ്ചിൻ്റെ അടിയിലായിട്ട് തന്നെയാണ് ഫ്യൂൽ ടാങ്ക് നിർമ്മിച്ചിട്ടുള്ളത്. ആ ഫ്യൂൽ ടാങ്കിൻ്റെ ഗേജ് ടാങ്കിന് മുകളിലായിട്ട് തന്നെ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഫുൾ ടാങ്കിനടുത്ത് കൊണ്ട് ഇതിൽ നിന്ന് നേരെ വരുന്നത് നമ്മുടെ ഒരു വാട്ടർ സെപ്പറേറ്ററിലേക്കാണ്. അതായത് ഫ്യൂവലിൽ എന്തെങ്കിലും വാട്ടർ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു വാട്ടർ സെപ്പറേറ്റർ വരുന്നത്. അതിൽ നിന്നും നേരെ വരുന്നത് അടുത്തത് ഫ്യൂവൽ ഫിൽറ്ററിലേക്കാണ്. ആ ഡീസൽ ഫിൽറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വരുന്നത് ഡീസൽ പമ്പിലേക്ക് എത്തുന്നു. ഈ പമ്പിൽ നിന്നാണ് ഇഞ്ചക്ട് ചെയ്ത് കൃത്യമായിട്ടും എഞ്ചിൻ്റെ അകത്തേക്ക് ഫ്യൂൽ എത്തുന്നതിനുള്ള സംവിധാനം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം സൈഡിൽ തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് വരുന്നതാണ് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ വർക്കിംഗ് സമയത്ത് ബാക്കിയുള്ള കൺട്രോളുകൾ വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ എത്തിക്കുന്ന സംവിധാനമാണിത്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരു 24 വോൾട്ട് സപ്ലൈ ഉപയോഗിച്ചിട്ടാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എഞ്ചിൻ്റേതായിട്ടുള്ള ഡീറ്റെയിലുകൾ, കാലിബ്രേഷൻ വർക്കുകളെല്ലാം നടക്കുന്നതിനുള്ള സപ്ലൈ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കാണുന്നതാണ് നമ്മുടെ വി ബെൽറ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഡെയിലി റൊട്ടീൻ ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്യേണ്ടതാണ്. അടുത്തായിട്ട് വരുന്നത് കൂളൻ ലെവലിൻ്റെ ഇൻഡിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ കൂളൻ ലെവൽ എപ്പോഴും ഹൈ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് നമ്മൾ ഗേജ് ഇപ്പോൾ കാണാൻ പാടില്ലെന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ടും അതിൻ്റെ ടോപ്പിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്ന സംവിധാനമുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ടും നമുക്ക് കൂളൻ ലെവൽ ചെക്ക് ചെയ്യാനും സാധിക്കും. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് എന്താണ് A ചെക്ക്, B ചെക്ക്, C ചെക്ക്, D ചെക്ക് എന്നിവയെ പറ്റിയിട്ടാണ്. A ചെക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി റൊട്ടീൻ വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന ചെക്കിങ്ങുകളാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഡീസൽ ലെവൽ മെയിനായിട്ട് ചെക്ക് ചെയ്യുക. രണ്ടാമത് വരുന്നത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുക. മൂന്നാമത് വരുന്നത് കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുക. നാലാമത് വരുന്നത് ബാറ്ററി വോൾട്ടേജ് ചെക്ക് ചെയ്യുക. അഞ്ചാമത് വരുന്നത് എത്ര ഹവേഴ്സ് റണ്ണിങ് ആയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ എടുക്കുക. ആറാമത് വരുന്നത് എന്തെങ്കിലും ലീക്കേജ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്യുക. ഏഴാമത് വരുന്നത് നമ്മുടെ വി ബെൽറ്റിൻ്റെ പൊസിഷൻസ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മളുടെ B ചെക്ക് എന്ന് പറയുന്ന പ്രൊസീജിയർ. അത് നമ്മൾ ഒരു 300 മുതൽ 500 ഹവേഴ്സ് വരെ റണ്ണിങ് ആയതിനു ശേഷം ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, ഫ്യൂവൽ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, എയർ ഫിൽറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുക, അതേപോലെ തന്നെ വാട്ടർ സെപ്പറേറ്റർ ചേഞ്ച് ചെയ്യുക, റേഡിയേറ്റർ കെമിക്കൽ വാഷ് ചെയ്യുക, പുതുതായിട്ട് കൂളൻ്റ് ഒഴിച്ച് റേഡിയേറ്റർ ഫില്ല് ചെയ്യുക എന്നീ പ്രോസസ്സുകളാണ് നമ്മൾ B ചെക്കിൽ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നതെന്ന് വെച്ചാൽ C ചെക്കാണ്.
റീചെക്കിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ കണക്ഷൻസ് പൂർണ്ണമായും പാനൽ ബോർഡിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ലൂസ് കണക്ഷൻ ഉണ്ടോ, കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ടോ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. ടെർമിനേഷൻ ലൂസ് ഇതേപോലുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ പൊല്യൂഷൻ ലെവൽ ചെക്ക് ചെയ്യുക. ഓയിൽ ചേഞ്ച് ചെയ്യാനുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ഫിൽറ്റർ, ഫ്യൂവൽ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുക. വാട്ടർ സെപ്പറേറ്റർ ചേഞ്ച് ചെയ്യുക. റേഡിയേറ്റർ ക്ലീൻ ചെയ്യുക. ഇതേപോലുള്ള ഘടകങ്ങളാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ 800 മുതൽ 1500 ഹവേഴ്സ് വരെയുള്ള സമയത്തിന് ഇടക്കാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നത്. അവസാനമായിട്ടുള്ളത് ഡി ചെക്ക്. ഈ ഡി ചെക്ക് എന്ന് പറയുന്നത് നമ്മളൊരു 3000 മുതൽ 5000 ഹവേഴ്സ് വരെയുള്ള സമയത്താണ് ഡി ചെക്ക് ചെയ്യാറുള്ളത്. ഇത് ഒരു ഫുള്ളി ഡിസ്മാൻഡിൽ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഡി ജി ഫുള്ളായിട്ട് തന്നെ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഴിച്ച് തന്നെ ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ അതിൽ നമ്മളെ ടർബോ സെക്ഷൻസ് ഫുള്ളായിട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇഞ്ചക്ടർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യുക. സിലിണ്ടർ ഹെഡുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുക. പി ടി പമ്പുകളുടെ കാര്യങ്ങൾ പരിശോധിക്കുക. ഓയിൽ ലെവൽ ചേഞ്ച് ചെയ്യുക, ഓയിൽ ചേഞ്ച് ചെയ്യുക. അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ, എയർ ഫിൽറ്റർ കാര്യങ്ങൾ, വാട്ടർ സെപ്പറേറ്റർ ചേഞ്ച് ചെയ്യുക, റേഡിയേറ്റർ കെമിക്കൽ വാഷ് ചെയ്യുക. ഇവയെല്ലാം ഡി ചെക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ജനറേറ്ററിൻ്റെ കേസിലായിട്ട് വരാനുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെയൊക്കെയാണ് കൃത്യമായിട്ടും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂളൻ്റ് ലെവൽ ചെക്ക് ചെയ്യുന്ന കാണിച്ചു, ബാറ്ററി വോൾട്ടേജിൻ്റെ കാണിച്ചു, അതേപോലെ തന്നെ ഓയിൽ ഫിൽറ്റർ, ഓയിൽ ലെവൽ ചെക്ക് ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു, റേഡിയേറ്ററിൽ ലീക്ക് വരാനുള്ള സ്ഥലങ്ങളെ പറ്റി നമ്മൾ മനസ്സിലാക്കി, എയർ ഫിൽറ്റർ ബ്ലോക്ക് എവിടെയാണ് വരുന്നത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ എങ്ങനെ മനസ്സിലാക്കുമെന്നുള്ള മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചുരുക്കത്തിൽ തന്നെ പറഞ്ഞത്. അപ്പോൾ എവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.